ഞാൻ മേരി മെറ്റിൽഡ. സ്റ്റേ ഇൻസ്പയർഡ് സീരീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ടോഡ് ഹെൻറി എഴുതിയ ഡൈ എം ടി എന്നൊരു പുസ്തകമാണ് ഞാനിപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ സുഹൃത്ത് സാജൻ മണ്ണാളി എനിക്ക് അയച്ച ഒരു മെസ്സേജിൽ നിന്നാണ് ഞാൻ ഈ പുസ്തകത്തെക്കുറിച്ച് അറിഞ്ഞത്. ഈ പുസ്തകത്തെക്കുറിച്ച് എനിക്ക് പറയാനുള്ള ഒരു കാര്യം, ചില പുസ്തകങ്ങൾ നമ്മൾ കയ്യിലെടുത്ത് കഴിഞ്ഞാൽ പിന്നെ വായിക്കാതെ താഴെ വെക്കാൻ പറ്റില്ല. ഇത് അങ്ങനെയുള്ളൊരു പുസ്തകമൊന്നുമല്ല, പക്ഷേ ഇത് വളരെ പ്രചോദനാത്മകമായൊരു പുസ്തകമാണ് കേട്ടോ. പുതിയ കുറേ ആശയങ്ങൾ ഇതിനകത്ത് നിന്ന് കിട്ടി. ഈ വായിക്കുമ്പോൾ എനിക്ക് വലിയൊരു പ്രശ്നമുണ്ട്. വായനയിലൂടെ അറിയുന്ന കാര്യങ്ങൾ ഷെയർ ചെയ്തില്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. സത്യം പറഞ്ഞ ഈ പുസ്തകം മുഴുവനായിട്ടൊന്നും ഞാൻ വായിച്ചിട്ടില്ല, പക്ഷേ കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഞാൻ അറിഞ്ഞ ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തില്ലെങ്കിൽ എനിക്ക് വലിയ പ്രശ്നമാണ്. അതുകൊണ്ട് ഈ പുസ്തകത്തിൽ നിന്ന് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാമെന്ന് കരുതി. ഇതിനകത്ത് അദ്ദേഹം ഒരു സംഭവം വിവരിക്കുന്നുണ്ട്. 2011 ഫെബ്രുവരിയിൽ കാൻഡി ചാങ് എന്ന ആർട്ടിസ്റ്റായ, ഡിസൈനറായ ഒരു വനിത അവരുടെ ഉപേക്ഷിക്കപ്പെട്ട ഒരു വീട് ആർട്ട് ഗാലറി ആയിട്ട് മാറ്റുകയാണ്. മാറ്റിക്കഴിഞ്ഞതിന് ശേഷം അവർക്കൊരു ഐഡിയ തോന്നി. അവർ അതിൻ്റെ മുന്നിൽ വലിയൊരു ബോർഡ് സ്ഥാപിച്ചു. ആ ബോർഡിൽ നിറയെ ഒരു വാചകം റിപ്പീറ്റഡായിട്ട് എഴുതി. അതിതായിരുന്നു: ബിഫോർ ഐ ഡൈ ഐ വാണ്ട് ടു ഡാഷ് 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 ഡാഷ്. ആ സെൻറ്റൻസ് അവർ ഫില്ല് ചെയ്തിട്ടില്ല. അപ്പോൾ ആർക്കും ഫില്ല് ചെയ്യാവുന്ന രീതിയിൽ അവിടെ ഒരു ഗ്യാപ്പ് അവർ വെച്ചിരിക്കുകയാണ്. ആ വാചകം തന്നെ പലതവണ അവർ ആ ബോർഡിൽ എഴുതി. അപ്പോൾ ബോർഡ് ഇങ്ങനെ ആ ഗാലറിയുടെ മുന്നിലിരിക്കുകയാണ്. അപ്പോൾ അവരിങ്ങനെ ചിന്തിച്ചു, ആരെങ്കിലും ഈ സെൻറ്റൻസ് ഫില്ല് ചെയ്യാവോ? അതിലൂടെ കടന്നുപോയ കുറേ അധികം ആളുകൾ ഈ സെൻറ്റൻസ് ഫില്ല് ചെയ്തു എന്നുള്ളതാണ് സത്യം. ബിഫോർ ഐ ഡൈ എന്ന് പറഞ്ഞ് ചിലരെഴുതിയ വാചകങ്ങൾ അവർക്ക് ശരിക്കും അതിശയമായിട്ട് തോന്നി. ചിലരെഴുതി, മരിക്കുന്നതിന് മുമ്പ് 1 മില്യൺ ആളുകളുടെ മുന്നിൽ എനിക്ക് പെർഫോം ചെയ്യണം, പാട്ടുപാടണം, മരിക്കുന്നതിന് മുമ്പ് ചെയ്യണമെന്നും പറഞ്ഞ് കുറേ അധികം ആളുകൾ അവരുടെ സ്വപ്നങ്ങൾ ആ ബോർഡിൽ എഴുതി വെച്ചു. ഇത് കണ്ടിട്ട് അതിനടുത്തുള്ള കുറേ സ്ഥലങ്ങളിൽ ഇതുപോലെയുള്ള ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടു. കുറേ അധികം ആളുകൾ അവിടെയും അവരുടെ സ്വപ്നങ്ങൾ ഇങ്ങനെ എഴുതി വെക്കാൻ തുടങ്ങി. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ടല്ലേ. മരിക്കുന്നതിന് മുമ്പ് എനിക്കത് ചെയ്തിരിക്കണം. എൻ്റെ ഓൺലൈൻ കോഴ്സിൽ പങ്കെടുത്തവരുടെ വാട്സപ്പ് ഗ്രൂപ്പ്സ് ഉണ്ട്. ഞാനിതെല്ലാം പറഞ്ഞുകൊണ്ട് വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്ക് മെസ്സേജ് അയച്ചു. അതിലും കുറേ പേര് എഴുതിയിട്ടുണ്ട് കേട്ടോ. ഒരാൾ എഴുതിയത്, ബിഫോർ ഐ ഡൈ ഐ വാണ്ട് ടു ബിക്കം എ ഗ്രേറ്റ് മ്യൂസീഷ്യൻ. വേറൊരാൾ എഴുതി, ബിഫോർ ഐ ഡൈ ഐ വാണ്ട് ടു ബിക്കം എ റൈറ്റർ ലൈക്ക് മാധവിക്കുട്ടി. നമ്മളെ ആവശ്യം കൊള്ളിക്കുന്ന ഒരുപാട് ആഗ്രഹങ്ങളെക്കുറിച്ച് ആളുകൾ അതിനകത്ത് എഴുതിയിരിക്കുകയാണ്. ഈ സെൻറ്റൻസിന് ഒരു പ്രത്യേകതയുണ്ട്. നമ്മളൊരു ഡയറി എടുത്ത് ഈ ഒരു വാചകം, ബിഫോർ ഐ ഡൈ ഐ വാണ്ട് ടു എന്ന് പറഞ്ഞ ആ സെൻറ്റൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അവിടെ വരുന്ന ഒരു പോസിറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റ് എന്താണെന്നോ, മരിക്കുന്നതിന് മുമ്പെന്നും പറഞ്ഞ് നമ്മൾ എഴുതുമ്പോൾ നമുക്കതിനോടൊരു കമ്മിറ്റ്മെൻ്റ് ഉണ്ടാവും. തീർച്ചയായിട്ടും നമ്മുടെ ഉള്ളിലുള്ള വളരെ തീവ്രമായിട്ടുള്ളതും സാധ്യതയുള്ളതുമായ ഒരു ആഗ്രഹമാണ് അവിടെ എഴുതാൻ സാധ്യത. അങ്ങനെയാണ് എനിക്കത് വായിച്ചു നോക്കിയപ്പോൾ തോന്നിയത്. നമ്മുടെ ഒരു വിശ്വാസം, ഈ ലോക ജീവിതത്തിൽ എനിക്ക് ഇനിയും കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ഇതുവരെ ചെയ്തതിനപ്പുറമായിട്ട് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ചെയ്യാനുണ്ട്, അതെൻ്റെ മനസ്സിലുണ്ട്. ആ ചെയ്യാനുള്ള ഒരു വ്യഗ്രതയാണ് ഈ വാചകത്തിലൂടെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുക. ഈ പുസ്തകത്തിൽ പറയുന്ന നമ്മുടെ ഹൃദയത്തിൽ തൊടുന്ന മറ്റൊരു കാര്യമുണ്ട്. ഒരിക്കലൊരു മീറ്റിങ്ങിൽ ഒരാൾ ഒരു ചോദ്യം ചോദിച്ചു കൂടെ ഉണ്ടായിരുന്നവരോട്, ലോകത്തെ ഏറ്റവും വിലപിടിപ്പുള്ള സ്ഥലം ഏതാണ്? ആളുകൾ പല ഉത്തരങ്ങൾ പറഞ്ഞു. ചിലർ പറഞ്ഞു രത്നഖനികളുള്ള സ്ഥലം, ലോകത്തെ ഏറ്റവും വലിയ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ, അതായിരിക്കും ഏറ്റവും വിലപിടിപ്പുള്ള സ്ഥലം. അങ്ങനെ പലരും പലതും പറഞ്ഞു. ഗോൾഡ് മൈൻസ് ഉണ്ട്, ഇനി ഓയിൽ കിട്ടുന്ന സ്ഥലങ്ങളുണ്ട്. ചോദ്യം ചോദിച്ച ആൾ അവസാനം പറഞ്ഞു, ഇതൊന്നുമല്ല സത്യത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള സ്ഥലം, കുഴിമാടങ്ങളാണ് ഏറ്റവും വിലപിടിപ്പുള്ള സ്ഥലം. എന്താ കാരണം എന്നറിയാമോ? നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളില്ലേ, വിലപിടിപ്പുള്ള സ്വപ്നങ്ങളില്ലേ, അതെല്ലാം കുഴിച്ചു മൂടപ്പെടുന്ന ഒരു സ്ഥലമാണ് പലപ്പോഴും ഈ കുഴിമാടങ്ങൾ. ഈ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ടോഡ് ഹെൻറി മുറിയിൽ പോയി 2 വാക്കുകൾ എഴുതി, ഡൈ എം ടി. അതാണൊരു പുസ്തകമായിട്ട് പിന്നീട് രൂപാന്തരപ്പെട്ടത്. ഡൈ എം ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളില്ലേ, നമ്മുടെ ഒരു പൊട്ടൻഷ്യലില്ലേ, അത് ഫുൾഫിൽ ചെയ്തിട്ട് വേണം നമ്മൾ ഈ ലോകത്ത് നിന്ന് മടങ്ങാൻ എന്ന വളരെ ശക്തമായ ഒരു ആശയമാണ് ഈ പുസ്തകത്തിലൂടെ ടോഡ് ഹെൻറി നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. ഇപ്പം നമ്മളെല്ലാവരും എല്ലായിടത്തും ചർച്ച ചെയ്യുന്ന ഒരു സിനിമയാണല്ലേ ആടുജീവിതം. എന്താണ് ഈ സിനിമയുടെ പ്രത്യേകത?
നജീബ് എന്ന മനുഷ്യൻ്റെ അതിജീവനത്തിൻ്റെ കഥയാണ്. അതിജീവനത്തിലൂടെ കടന്നു പോകുന്ന മനുഷ്യരെ നമ്മൾ അംഗീകരിക്കുന്നു, അവരോടൊരു ബഹുമാനം തോന്നുന്നു. അങ്ങനെ നജീബിൻ്റെ ജീവിതം നമ്മളെല്ലാവരും ചർച്ച ചെയ്യുകയാണ്. അവിടെ ഒരു കാര്യം നമ്മൾ ഓർത്തിരിക്കേണ്ടത്, നജീബ് വലിയൊരു അതിജീവനത്തിലൂടെ കടന്നുപോയി. അതിൻ്റെ ചെറിയൊരു ശതമാനം അതിജീവനത്തിന് നമ്മൾ തയ്യാറാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ DMT എന്നത് ഉറപ്പായിട്ടും നടന്നിരിക്കും. ചില മൈൻഡ് സെറ്റ്സ് നമുക്ക് അതിജീവിക്കാനുണ്ട്, നമ്മുടെ ചില ശീലങ്ങൾ നമുക്ക് അതിജീവിക്കാനുണ്ട്. നമ്മുടെ ആ പൊട്ടൻഷ്യലില്ലേ അത് പുറത്തേക്ക് എടുക്കാൻ നമ്മൾ അതിജീവിക്കേണ്ട 2 കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ ചർച്ച ചെയ്യുന്നത്. ഒന്നാമത്തെ കാര്യം, നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ഇങ്ങനെ ഒരു സ്വപ്നമുണ്ട്. ഇതുവരെയൊക്കെ നമ്മൾ ജീവിച്ചിട്ടും നടക്കാതിരുന്ന ഒരു സ്വപ്നം. മരിക്കുന്നതിന് മുമ്പ് അതെങ്ങനെയെങ്കിലും നടത്തിയെടുക്കണമെന്നുണ്ട്. നമ്മൾ ഈ ലോ ഓഫ് അട്രാക്ഷനിൽ പറയില്ലേ, എന്ത് നേടാനും നമ്മൾ ആദ്യം വേണ്ടത് അതിനു വേണ്ടി തീവ്രമായിട്ട് ആഗ്രഹിക്കുക. പലരും മറന്നു പോകുന്നൊരു കാര്യമുണ്ട്, തീവ്രമായിട്ട് ആഗ്രഹിച്ചത് കൊണ്ട് മാത്രം ഇത് നടക്കില്ല. അതിനുവേണ്ടി നമ്മൾ പണിയെടുക്കണം, വർക്ക് ചെയ്യണം. പല കാര്യങ്ങളിൽ നേടാൻ സാധിക്കാത്തതിൻ്റെ ഒരു കാരണം നമ്മൾ തീവ്രമായിട്ട് ആഗ്രഹിക്കും, പക്ഷെ അതിനുവേണ്ടി വർക്ക് ചെയ്യുക എന്നുള്ളത് ഒരുപാട് പേർക്കും പറഞ്ഞിട്ടുള്ളതല്ല. മടി എന്ന് പറയുന്നൊരു സംഭവമൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടല്ലോ. ഈ മടി മറച്ചു വെക്കാൻ വേണ്ടി ആളുകൾ വേറെ പലതും പറയും. സത്യത്തിൽ ശുദ്ധ മടിയാണ് പലരുടെയും പ്രശ്നം. മടിയുള്ളവരെയൊക്കെ ഞാനിപ്പോൾ മാറ്റി നിർത്തി. ഇതിനുവേണ്ടി വർക്ക് ചെയ്യുന്ന ചില ആളുകളുണ്ട്. ആ വർക്കിംഗ് സ്റ്റൈലിൽ വരുന്ന ചില അപാകതകളുണ്ട്. അതാണ് ഞാനിവിടെ ഹൈലൈറ്റ് ചെയ്യാൻ പോകുന്നത്. ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ അതിൽ 3 കാര്യങ്ങൾ നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. 1 മാപ്പിംഗ്, നന്നായിട്ട് അത് പ്ലാൻ ചെയ്യണം. 2 മേക്കിംഗ്, പണിയെടുക്കണം. 3 മെഷിങ്, നമ്മളൊരു കാര്യത്തിന് വേണ്ടി പ്ലാൻ ചെയ്യുന്നു, പണിയെടുക്കുന്നു, അതോടൊപ്പം തന്നെ പുതിയ കാര്യങ്ങൾ അറിയണം, സ്കിൽസ് ആർജിക്കണം. കാരണം എന്താണെന്നോ, നമ്മൾ ഈ കാര്യത്തിൽ കുറച്ച് ദൂരം മുന്നോട്ട് പോകുമ്പോൾ ഇടയ്ക്കൊരു സ്റ്റാഗ്നൻറ്റ്, ചില സ്ഥലത്ത് നമ്മൾ നിന്നു പോകും. പിന്നീട് മുന്നോട്ട് പോകണമെങ്കിൽ പുതിയ കാര്യങ്ങൾ നമ്മൾ അറിയേണ്ടതായിട്ട് വരും, സ്കിൽസ് ആർജിക്കേണ്ടതായിട്ട് വരും. അത് നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. നമ്മുടെ വർക്കിംഗ് സ്റ്റൈൽസ് പലതരത്തിലാണ്. ഇപ്പം ഞാൻ എൻ്റെ കാര്യം തന്നെ പറയാം. ഈ 3 കാര്യങ്ങളിൽ ഞാൻ അധികം ശ്രദ്ധിക്കാത്ത ഒരു ഏരിയയാണ് മാപ്പിംഗ്. ഞാൻ കാര്യങ്ങൾ അങ്ങോട്ട് ചെയ്യാൻ തുടങ്ങും. മേക്കിങ്ങും മെഷിങ്ങും, പുതിയ കാര്യങ്ങൾ അറിയാൻ ശ്രമിക്കാറുണ്ട്, സ്കിൽസ് ആർജിക്കാറുണ്ട്. പക്ഷേ ഈ മാപ്പിംഗ് അത്ര സ്ട്രോങ് അല്ല. അപ്പോൾ മാപ്പിംഗ് സ്ട്രോങ് അല്ലാത്ത ആളുകൾക്ക് എന്താ പ്രശ്നം വരിക? മേക്കിംഗ് പ്ലസ് മെഷിങ് മൈനസ് മാപ്പിംഗ്. ഇവിടെ മേക്കിങ്ങും ഉണ്ട്, മെഷിങ്ങും ഉണ്ട്, പക്ഷെ മാപ്പിംഗ് ഇല്ല. അപ്പം എന്താ സംഭവിക്കുക? ചെയ്യുന്ന കാര്യങ്ങളിൽ ഫോക്കസിങ് ഉണ്ടാവില്ല. ഇന്ന വഴിയിലൂടെ പോകണമെന്ന ഒരു തീരുമാനം നമുക്കില്ല. അപ്പോൾ ഏത് വഴിയാണ് കാണുന്നത് ആ വഴിയിലൂടെയൊക്കെ കയറി ഇറങ്ങി നടക്കും. അവരെ വിളിക്കുന്ന പേരാണ് ഡ്രിഫ്റ്റർ. പ്രത്യേകിച്ച് ലക്ഷ്യമൊന്നുമില്ലാതെ ഇങ്ങനെ വാണ്ടർ ചെയ്ത് നടക്കുന്നവർ. രണ്ടാമതൊരു സ്റ്റൈലുണ്ട്. മാപ്പിംഗ് ഉണ്ടാവും, മേക്കിംഗ് ഉണ്ടാവും, പക്ഷെ മെഷിങ് ഇല്ല. എല്ലാം പ്ലാൻ ചെയ്യും, അതിനുവേണ്ടി കഠിനമായിട്ട് പരിശ്രമിക്കും, പക്ഷേ അതിനടുത്തത് എന്ത് എന്നുള്ളൊരു ചിന്തയില്ല. എന്തൊക്കെ ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കുന്നു, എന്തൊക്കെ പുതിയ കാര്യങ്ങൾ നമ്മൾ പഠിക്കണം, ഇതൊന്നും അവരുടെ മനസ്സിലില്ല. പക്ഷെ ഇപ്പം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അവർ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. ഇവരെ പറയുന്ന പേരാണ് ഡ്രൈവർ. അപ്പോൾ അവർ ജോലി ചെയ്യുന്ന ഇടങ്ങളിലൊക്കെ അവർക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ട്. അതിലവർ സംതൃപ്തരാണ്. വലിയ പുതിയ കാര്യങ്ങൾക്കൊന്നും അതിനുവേണ്ടി അവർ ശ്രമമൊന്നും നടത്തുന്നില്ല. പക്ഷേ മാപ്പിംഗ്, മേക്കിംഗ്, അവരതിൽ ഇൻവോൾവാണ്, കമ്മിറ്റഡ് ആണ്. മൂന്നാമത്തെ സ്റ്റൈല് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. മാപ്പിംഗ് ഉണ്ട്, മെഷിങ് ഉണ്ട്, മേക്കിംഗ് ഇല്ല. അപ്പം എങ്ങനെ ഇരിക്കും? മാപ്പിംഗ് എന്ന് പറഞ്ഞാൽ പ്ലാൻസ് ആണ്. മെഷിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ പുതിയ കാര്യങ്ങൾ അറിയാൻ ശ്രമിക്കുന്നു, സ്കിൽസ് ആർജിക്കുന്നു. പക്ഷെ ഇപ്പം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ പ്രയോജനം ഉണ്ടാവുമോ? ഇവിടെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മുടെ വർക്കിംഗ്, നമ്മൾ ഒരു കാര്യം തീവ്രമായിട്ട് ആഗ്രഹിച്ച് അതിനുവേണ്ടി പണിയെടുക്കുമ്പോൾ അത് പ്രോപ്പറായിട്ട് ചെയ്യുക എന്നുള്ളത്. എന്തെല്ലാം ഉണ്ടാവണം? 1 മാപ്പിംഗ്, മേക്കിംഗ്, കാര്യങ്ങൾ ചെയ്യണം, മെഷിങ്, പുതിയ കാര്യങ്ങൾ പഠിക്കണം, അറിയണം, സ്കിൽസ് ആർജിക്കണം. ഇപ്പം എല്ലാവരും ഈ സെൻറ്റൻസ് ഫില്ല് ചെയ്യണം കേട്ടോ. ബിഫോർ ഐ ഡൈ ഐ വോണ്ട് ടു ഡാഷ് ഡാഷ് ഡാഷ്. എന്നിട്ട് നമ്മുടെ വർക്കിംഗ് സ്റ്റൈലിൽ എന്താണ് പ്രശ്നം അത് കണ്ടെത്തണം. നമ്മളെ ഏറ്റവും പ്രശ്നത്തിലാക്കുന്ന രണ്ടാമത്തെ കാര്യമാണ് മീഡിയോക്രിറ്റി എന്ന് പറയും. ഇടത്തരക്കാരായിരിക്കാനാണ് ഒരുപാട് പേരും ഉള്ളിൽ ആഗ്രഹിക്കുന്നത്. ഇത്രയൊക്കെ മതി. നമ്മൾ ജോലിയിലൊക്കെ കയറുമല്ലോ, ആദ്യം നമുക്ക്
പുതുമയുള്ള കാര്യങ്ങളാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. വളരെ ആവേശത്തോടുകൂടി ചെയ്യുന്നു. കാര്യങ്ങളെല്ലാം നന്നായി മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ അതിലങ്ങ് കണ്ടീഷൻഡ് ആകും. ഇങ്ങനെ അങ്ങ് പോയാൽ മതി, ഒരു കംഫർട്ട് സോണിലാകും നമ്മൾ. വലിയ പ്രശ്നമൊന്നുമില്ല, എല്ലാം നന്നായിട്ട് പോകുന്നുണ്ട്. ചിലർ നമ്മളോട് പറയുകയും ചെയ്യും, അധികം ലൈം ലൈറ്റിലേക്കൊന്നും വരണ്ട, അസൂയക്കാരുണ്ടാവും, നമുക്ക് മറ്റു പ്രശ്നങ്ങളുണ്ടാവും എന്നും പറഞ്ഞ് അവരതിൽ നിന്നൊക്കെ പിന്തിരിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ ഒരുപാട് പേരും ഈ മീഡിയോക്രിറ്റി, ഇടത്തരം പരിപാടികളിൽ അങ്ങ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകും. 7 deadly sins, ഇംഗ്ലീഷ് ഭാഷയിലെ ആദ്യത്തെ 7 ലെറ്റേഴ്സില്ലേ, ABCDEFG, ഈ ഓരോ ലെറ്ററും ഓരോ തെറ്റിനെ സൂചിപ്പിക്കുന്നു. ഒന്നാമത്തെ തെറ്റ് എയിംലെസ്നെസ്. എൻ്റെയും ഒരു പ്രശ്നമാണ്. നമുക്ക് കൃത്യമായിട്ടൊരു എയിം ഉണ്ടാകണം, ഒരു റോഡ് മാപ്പ് ഉണ്ടാക്കണം. നമ്മൾ കടന്നു പോകേണ്ട വഴി ഏതാണ്, അതിന് സമയം ചെലവഴിക്കണം. എൻ്റെയൊക്കെ ഒരു പ്രശ്നം, എനിക്ക് എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കണം, വർക്ക് ഹോളിക്കാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഈ പ്ലാനിങ്ങിന് സമയം ചെലവഴിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് പറ്റുമെന്നാ, നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മുടെ ജീവിതം ഇങ്ങനെ അവസാനിച്ചു പോവും. സെക്കൻഡ് വൺ, ബോർഡം. ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ നമുക്ക് വല്ലാത്ത മടുപ്പ് അനുഭവപ്പെടും അല്ലേ, ജീവിതം മടുത്തു എന്നുള്ളൊരു ഫീൽ ഉണ്ടാവും. ഈ മടുപ്പ് എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു ഇഞ്ച് മുന്നോട്ട് പോകാനുള്ള സാധ്യത കുറവാണ്. മടുക്കുന്നത് എപ്പോഴാണ്, ചേഞ്ച് ഇല്ലാതെ വരുമ്പോൾ മടുപ്പുണ്ടാവും. മടുപ്പ് നമ്മളെ പുതിയ കാര്യങ്ങളൊന്നും ചെയ്യാൻ പ്രേരിപ്പിക്കില്ല. ചില ആളുകൾക്ക് മടുപ്പുണ്ടാകുന്നത് ഒരേ രീതിയിൽ ഒരേ തരത്തിൽ കാര്യങ്ങൾ ചെയ്ത് വരുമ്പോൾ ഒരു മടുപ്പ് തോന്നും. വേറെ ചിലർക്കാണെങ്കിൽ ജോലി മാത്രം, വേറെ ഒരു എൻ്റർടൈൻമെൻറ്റും അവരുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല, അങ്ങനെ ഒരു മടുപ്പുണ്ടാവും. ഏത് തരത്തിലായാലും ഈ ഒരു സംഭവം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ നമുക്ക് പ്രവർത്തിക്കാനുള്ള ആവേശം തീർച്ചയായിട്ടും കുറയും. സി എന്താണെന്ന് എൻ്റെ ചാനൽ കാണുന്ന എല്ലാവർക്കും അറിയാം, ദാറ്റ് ഈസ് കംഫർട്ട്. ഇതിൽ പറയുന്നൊരു വാചകമുണ്ട് കേട്ടോ, ലവ് ഫോർ കംഫർട്ട് ഈസ് എനിമി ടു ഗ്രേറ്റ്നെസ്. മീഡിയോക്രിറ്റി എന്ന് പറഞ്ഞാൽ നല്ല കംഫർട്ടാണ്. നമ്മൾ നമ്മുടേതായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോകുന്നു, നമുക്ക് വലിയ അധ്വാനമൊന്നുമില്ല, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും ഡീവിയേറ്റ് ചെയ്യാതെ സുഖമായിട്ട് ഇങ്ങനെ പോവാണ്. പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു കാര്യമില്ലേ, നമ്മുടെ മനസ്സിലുള്ള ആ ഒരു കാര്യം, ബിഫോർ ഐ ഡൈ ഐ വാണ്ട് ടു ഡാഷ് ഡാഷ് ഡാഷ്, അതിലേക്ക് എത്തണമെങ്കിൽ ഈ കംഫർട്ട് സോൺ പൊളിക്കാതെ ഒരു രക്ഷയില്ല. അപ്പോൾ സുഖം ജീവിതശൈലി ആയിട്ടുള്ളവരുടെ കുഴിമാടങ്ങൾ നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള സ്ഥലങ്ങളായിരിക്കും. ഡി എന്ന് പറഞ്ഞാൽ ഡില്യൂഷൻ. നമ്മളൊരു കാര്യം വേണമെന്ന് ആഗ്രഹിക്കുമ്പോൾ അതിനൊരു ഫൗണ്ടേഷൻ ഉണ്ടോ എന്ന് ചിന്തിക്കണം. ഒരു ഫൗണ്ടേഷനിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും കെട്ടിപ്പടുക്കാൻ പറ്റുള്ളൂ. ചിലരുടെ കാര്യങ്ങളിൽ സംഭവിക്കുന്നത്, ബാക്കിയുള്ളവർ ചെയ്യുന്നത് നോക്കി അങ്ങനെ എനിക്കും വേണമെന്ന് അവർക്ക് തോന്നും, അവരത് ചെയ്യാൻ തുടങ്ങും. പക്ഷേ നിർഭാഗ്യവശാൽ അതിനുള്ളൊരു ഫൗണ്ടേഷൻ അവർക്ക് ഉണ്ടാവില്ല. ആ കാര്യത്തിൽ അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല, സ്കില്ലുണ്ടാവില്ല, അതല്ല അവരുടെ വഴി. പക്ഷേ എൻ്റെ വഴി ഇതാണെന്ന് തെറ്റിദ്ധരിച്ച് അവരതിലൂടെ മുന്നോട്ട് പോകുന്നു. ബിഫോർ ഐ ഡൈ ഐ വാണ്ട് ടു ബിക്കം പ്രസിഡന്റ് ഓഫ് ഇന്ത്യ, ഇങ്ങനൊരു സംഭവം ഡില്യൂഷനാണെന്ന് എനിക്കറിയാം, അതിനുള്ള ഫൗണ്ടേഷൻ ഇല്ല. പക്ഷേ ബിഫോർ ഐ ഡൈ ഐ വാണ്ട് ടു ഹാവ് 1 million സബ്സ്ക്രൈബേഴ്സ്, അവിടെ അതിനൊരു ഫൗണ്ടേഷൻ എനിക്കുണ്ട്, എനിക്കൊരു ചാനലുണ്ട്. അതുമാത്രമല്ല, ഞാൻ എന്നെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യമുണ്ട്, മറ്റുള്ളവരെ ഞാൻ പലപ്പോഴും പ്രചോദിപ്പിക്കാറുണ്ട്. പലരും എനിക്ക് അയക്കുന്ന മെസ്സേജും പലരും എന്നോട് പറയുന്ന കാര്യങ്ങളിൽ നിന്ന് എനിക്കത് ബോധ്യപ്പെട്ടിട്ടുണ്ട്. സോ ഐ ഹാവ് എ ഫൗണ്ടേഷൻ. അത് ഡില്യൂഷൻ അല്ല. പക്ഷേ ബിഫോർ ഐ ഡൈ ഐ വാണ്ട് ടു ബിക്കം ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് എ ഡില്യൂഷൻ. ഡില്യൂഷനിൽ ഇങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അതാണ് 4ാമത്തെ തെറ്റ്. 5ാമത്തെ തെറ്റാണ് ഈഗോ. ഈഗോ ഇവിടെ എങ്ങനെയാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്? ഈഗോ ഉള്ളവരുടെ മെയിൻ പ്രോബ്ലമാണ് അവർക്ക് തോൽവി സഹിക്കാൻ പറ്റില്ല. പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമ്മൾ ഇറങ്ങി പുറപ്പെടുമ്പോൾ തോൽവികൾ ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. പല ആളുകളും ഫെയിലിയറിലൂടെ കടന്നിട്ടാണ് സക്സസ്സിലേക്ക് എത്തിയിട്ടുള്ളത്. പക്ഷേ ഈഗോ ഉള്ള പലർക്കും ഈ ഫെയിലിയർ ഫേസ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. മാറ്റി നിർത്തേണ്ട 5ാമത്തെ തെറ്റാണ് ഈഗോ. നമ്മൾ മനുഷ്യരാണ്, നമ്മൾ തോൽക്കും ജയിക്കും. തോൽവി നമ്മുടെ ഒരു ഭാഗമാണെന്ന് കരുതി ആക്സെപ്റ്റ് ചെയ്യാനുള്ള എളിമയുള്ളൊരു മനസ്സുണ്ടാവണം. അതിജീവിക്കേണ്ട അടുത്ത സംഭവമാണ് ഫിയർ. ഇത് വലിയൊരു പ്രോബ്ലം ആണല്ലേ. നമ്മുടെ മനസ്സിലുള്ളൊരു സ്വപ്നം കയ്യെത്തിപ്പിടിക്കാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ ഒരു റിസ്ക് ഉണ്ടാവും. പല കാര്യങ്ങളും നമ്മൾ ഉപേക്ഷിച്ചിട്ട് വേണം അതിൻ്റെ പിന്നാലെ പോകാൻ. ചിലപ്പോൾ പ്രിയപ്പെട്ടവർ പറയുന്ന ചില കാര്യങ്ങളോട് നോ പറയേണ്ടതായിട്ട് വരും. സാധാരണ ആളുകൾ നടക്കുന്ന പാതയിൽ നിന്ന് മാറി സഞ്ചരിക്കേണ്ടതായിട്ട് വരും.
ആളുകൾ എന്ത് കരുതും എന്നുള്ളൊരു ചിന്ത വലിച്ചെറിഞ്ഞ് കളയേണ്ടതായിട്ട് വരും. ഇതെല്ലാം റിസ്ക്കുള്ള കാര്യങ്ങളാണ്. ചിലർക്ക് ഇതെല്ലാം വലിയ പേടിയുള്ള സംഭവങ്ങളാണ്. അയ്യോ, അവരെന്ത് കരുതും, അവരെന്ത് പറയും, ഒരുപാട് പേടികളുണ്ട്. ഫിയർ ഓഫ് ഫെയിലിയർ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ. എനിക്കൊരു സ്ഥാപനം തുടങ്ങണം, സ്ഥാപനം തുടങ്ങാൻ മുതൽ മുടക്കുണ്ട്, കുറേ പണം അതിനുവേണ്ടി ഇൻവെസ്റ്റ് ചെയ്യണം. പക്ഷേ എൻ്റെ വലിയൊരു ഡ്രീമാണത്. ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിനൊരു റിസ്ക് ഉണ്ട്. ചിലപ്പോൾ എൻ്റെ ഡ്രീം സക്സസ്ഫുൾ ആയില്ലെങ്കിൽ എനിക്ക് ഇത്രയും നഷ്ടം വരും. പേടി വന്നു കഴിഞ്ഞാൽ ഈ റിസ്ക് ഞാൻ എടുക്കില്ല. ഭയത്തെ അതിജീവിക്കാൻ നമുക്ക് സാധിക്കണം. 7ാമത്തെ തെറ്റാണ് ഗാർഡഡ്നെസ്. അപ്പോൾ നമ്മൾ ഈ സ്വപ്നത്തിൻ്റെ പിന്നാലെ ഇങ്ങനെ പോകുമ്പോൾ പല സമയത്ത് നമ്മൾ ചിലപ്പോൾ ഒറ്റപ്പെടും കേട്ടോ. നമുക്ക് ശരിക്കും ജീവിതത്തിൽ നമ്മുടെ സ്വപ്നം സാക്ഷാത്കരിക്കണമെങ്കിൽ ഒരുപാട് പേരുടെ സപ്പോർട്ട് ആവശ്യമാണ്. പക്ഷേ നമ്മളൊരു സ്വപ്നത്തിൻ്റെ പിന്നാലെ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളതിൽ ഫോക്കസ് ചെയ്ത് ചുറ്റുപാടുമുള്ളവരെ ചിലപ്പോൾ മറന്നുപോകും. അത് നമുക്ക് പലപ്പോഴും സംഭവിക്കുന്ന ഒരു അബദ്ധമാണ്. ചുറ്റുപാടുമുള്ളവരുടെ ഹെൽപ്പ്, ഗൈഡൻസ്, ഇതെല്ലാം നമുക്ക് ആവശ്യമാണ്. ഇതെല്ലാം ഉപേക്ഷിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സ്റ്റേജിലേക്ക് നമ്മൾ എത്തപ്പെടാം. കാരണം നമ്മുടെ മനസ്സിലൊരു ഡ്രീം മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാവരെയും നമ്മൾ മറന്നു. ഇത് നമ്മളെ അഡ്വേഴ്സായിട്ട് ബാധിക്കാറുണ്ട്. അവസാനം നമുക്ക് ചില തിരിച്ചറിവുകൾ ഉണ്ടാവും. ജീവിതത്തിൽ വളരെ വിലപിടിപ്പുള്ള പലതും നഷ്ടപ്പെട്ടിരിക്കുന്നു. അതും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ നേടിയതിന് കൂടുതൽ വാല്യൂ ഉണ്ടായിരുന്നേനെ. നമ്മൾ സാമൂഹ്യ ജീവിയായതുകൊണ്ട് അതും നമ്മുടെ സ്വപ്ന സാക്ഷാത്കാരത്തിന് വളരെ വളരെ ആവശ്യമാണ്. നമ്മുടെ വിജയം ആഗ്രഹിക്കുന്ന ചുരുക്കം ചിലരെങ്കിലും നമ്മുടെ ചുറ്റുമുണ്ടാവും. അവരെ ചേർത്ത് പിടിക്കണം. നമ്മളിന്ന് വ്യത്യസ്തമായ ചില കാര്യങ്ങളാണ് വീഡിയോയിലൂടെ ചർച്ച ചെയ്തത്. വ്യത്യസ്തമാണെങ്കിലും നമ്മളെ ഒരുപാട് സഹായിക്കുന്ന അതിജീവനങ്ങളെക്കുറിച്ചാണ് നമ്മളിന്ന് ചർച്ച ചെയ്തത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് കരുതുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്തേക്കണം. അടുത്ത വെള്ളിയാഴ്ച പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.